ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തേർഡ് മൊഡ്യൂളിലെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡിൽ ഇൻ്റഗ്രേഷൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിൽ പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒരു എക്സിനും വൈക്കും ഒക്കെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ദെൻ നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിലോട്ട് എക്സിലോട്ടോ വൈയിലോട്ടോ മാറ്റിയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷനെ കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ തന്നിരുന്നു. അപ്പോൾ ഇവിടെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ ഓവർ സി റിയൽ സെഡ് ഡി സെഡ് സെഡിൻ്റെ റിയൽ പാർട്ടിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിൽ അവർ സി എന്ന് പറയുന്ന റീജിയൻ പറയുന്നത് ഇങ്ങനെയാണ്: ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം 1 plus I to 1 plus I to 3 plus 3i. ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം 1 plus I to 3 plus 3i. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞത്, ഒന്ന് എക്സിനും വൈക്കും ടി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയിലോട്ട് മാറ്റിയിട്ട് ചെയ്യാം. ആ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമുക്കിതിന് എക്സിലോട്ട് വൈയിലോട്ട് ഒരു വേരിയബിളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം എക്സ് പ്ലസ് ഐ വൈയുടെ റിയൽ പാർട്ട് നമുക്കറിയാം. നമ്മൾ റിയൽ സെഡ് നമുക്കറിയാം എക്സ് ആണ് റിയൽ സെഡ്. സോ അങ്ങനെയാണെങ്കിൽ ഡി സെഡിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ എന്ന് കൊടുക്കാം. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കതിൽ കൊടുക്കാൻ പറ്റും. ദെൻ ഇവിടുത്തെ പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റത്തെ പോയിന്റ്സ് 10 എന്ന് പറഞ്ഞാൽ പോയിന്റ് 11 ആണ്. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് 3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമുക്കൊരു വേരിയബിളിലോട്ട് മാറ്റുമ്പം ഒന്നെങ്കിൽ എക്സിൻ്റെ വേരിയബിൾസ് അല്ലെങ്കിൽ വൈൻ്റെ വേരിയബിൾസ് ഏതായാലും 1 to 3 ആണ് ഇൻ്റഗ്രേഷൻ പോവുക. ഇനി ഇതൊരു റിയൽ ലൈനാണ്. 1 1 to 3 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ റീജിയൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 1 1 ദെൻ 3 3 ഈ രീതിയിലൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉണ്ടാവുക. സോ ഈ സ്ട്രെയിറ്റ് ലൈനിലെ ഇക്വേഷൻ നമുക്കറിയാം y ഈക്വൽ ടു എക്സ് ആണ്. ഏതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയാലും അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഇക്വേഷനിലോട്ട് മാറ്റുന്ന സമയത്ത് ഈ ഡി സെഡിൽ ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഡി എക്സ് പ്ലസ് ഐ ഡി എക്സ് എന്നാക്കാം. അപ്പം കംപ്ലീറ്റ് ആയിട്ട് എക്സിലോട്ട് മാറി ഇൻ്റഗ്രലിൻ്റെ റേഞ്ച് നമുക്ക് എന്തും കൊടുക്കാം? 1 to 3 കൊടുക്കാം. ശ്രദ്ധിക്കാം, ഞാനിതിനെ കംപ്ലീറ്റ് ഒന്ന് എക്സിലോട്ടോ വൈയിലോട്ടോ മാറ്റുകയാണ്. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ റേഞ്ച് നമുക്ക് 1 to 3 കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഇനി വൈയിലോട്ടാണ് മാറ്റുന്നതെങ്കിൽ പോസിബിൾ അല്ല, കാരണം നമുക്ക് റിയൽ സെറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ് വരും, ദെൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ എക്സിലോട്ട് മാറ്റിയിട്ടും ആൻസർ ചെയ്യും. അല്ല, അതിന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഇങ്ങനെ മാറ്റാം: വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 3 എക്സ് ഇൻറ്റു ഡി സെറ്റിന് പകരം ഞാൻ എന്ത് കൊടുത്തു? ഡി എക്സ് പ്ലസ് ഐ ഡി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ഈ ഇൻ്റഗ്രലിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 1 to 3 എക്സ് ഡി എക്സ് പ്ലസ് ഐ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ പുറത്ത് വെച്ചു. ഇൻ്റഗ്രൽ 1 to 3 എക്സ് ഡി എക്സ് എന്ന രീതിയിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് ഇൻ്റഗ്രലായിട്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ 2 ആണ്. എക്സ് സ്ക്വയർ ബൈ 2 വരും 1 to 3 പ്ലസ് ഐ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 ആണ്, 1 to 3. ദെൻ നമുക്കറിയാം ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. അപ്പർ ലിമിറ്റ് കൊടുക്കുക. 3 സ്ക്വയർ ബൈ 2 9 by 2 മൈനസ് 1 by 2 പ്ലസ് ഐ ഇൻറ്റു സെയിം 9 by 2 മൈനസ് 1 by 2 എന്ന് നമുക്ക് ആൻസർ വരും. സോ 9 by 2 മൈനസ് 1 by 2 എന്ന് പറഞ്ഞാൽ 8 by 2 4 വരും. 4 പ്ലസ് ഐ ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 4i എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മളുടെ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് പറയുന്നത് ടിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ടി കൊടുക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെഡിന് ഉണ്ടാക്കും. ദെൻ ഡി സെഡും ടിയിലോട്ട് മാറ്റിയിട്ട് കംപ്ലീറ്റ് ഇക്വേഷനെ ടിയിലോട്ട് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. സെയിം ആൻസർ തന്നെ കിട്ടും. അതാണ് റെഡിക്ക സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിൽ അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ഈ മെത്തേഡിൽ വരുന്നതുകൊണ്ട് നിങ്ങൾ ഇതിൽ ചെയ്താലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ മാർക്ക് ഉണ്ട്. കാരണം യൂസിങ് സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് ക്വസ്റ്റ്യൻസ് വളരെ റയറായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ ആ ഒരു ടി യൂസ് ചെയ്തുള്ള പ്രോസസ്സും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വേരിയബിളിലോട്ട് മാറ്റിയിട്ടാണ് ആൻസർ ചെയ്തതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു ഇൻ്റഗ്രൽ 0 to 1 plus I എക്സ് മൈനസ് ഐ വൈ ഡി സെറ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇനി ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ
ഈ ക്വസ്റ്റ്യനിൽ രണ്ട് പാർട്ടായിട്ട് ചോദിച്ചു. ഇതിൽ നമുക്കൊരു എ പാർട്ടായിട്ട് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അലോങ് ദ സ്ട്രേറ്റ് ലൈൻ പാത്ത് ഫ്രം 0 to 1 plus i. അപ്പോൾ അതിൽ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളതായിരുന്നു അലോങ് ദ സ്ട്രേറ്റ് ലൈൻ പാത്ത് ഫ്രം 0 to 1 plus i, അതായത് 0 to 1 ഇനി ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പരാബോള അലോങ് ദ പരാബോള y equal to x square ഫ്രം സെയിം പോയിന്റ് y equal to x square ഫ്രം 0 to 1 plus i. അത് രണ്ട് റീജിയൻസ് ആയിട്ടാണ് ഈ സി എന്ന് പറയുന്ന ആ ഒരു റീജിയനെ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചോദിച്ചു. നമുക്ക് ആൻസർ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്കറിയാം ഇക്വേഷൻ വരുന്നത് y equal to x ആണ് എന്ന് നമുക്കറിയാം. സോ dy ഈക്വൽ ടു എന്ത് വരും, dx വരും. നേരത്തെ ചെയ്ത പോലെ നമുക്ക് സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നേരത്തെ പോലെ നമുക്കൊരു സിംഗിൾ വേരിയബിളിലോട്ട് ഇതിനെ മാറ്റേണ്ടതുണ്ട്. ഫസ്റ്റ് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to 1 plus i x minus i y dz ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 plus i, ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളാണ്, x minus i y dz-ന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു, dx plus i dy എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്കറിയാം ഈ റീജിയൻ 0 to 1 plus i എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്, 0 to 1 പോയിന്റ്. കാരണം 1 plus i എന്ന് പറഞ്ഞ പോയിന്റ് 1 ആണ് നമുക്കറിയാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, എക്സ് മൈനസ്, അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഞാൻ എക്സിലോട്ട് മാറ്റുകയാണ്, ഐ എക്സ്, വൈക്ക് പകരം എക്സ് തന്നെ കൊടുക്കുക. ദെൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡി എക്സ് പ്ലസ് ഐ ഡി വൈക്ക് പകരം ഡി എക്സ് കൊടുക്കുക. ദെൻ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതിന് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പുറത്തെടുത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രൽ 0 to 1, രണ്ടിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട്, എക്സിനൊന്ന് പുറത്തൊക്കെ എടുത്താൽ പിന്നെ ഉണ്ടാവുക 1 minus i ആണ്. എക്സിനെ പുറത്തൊക്കെ എടുത്താൽ 1 minus i. ഇനി രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്, ഡി എക്സ് ഉണ്ട്, അതിനൊന്ന് പുറത്തൊക്കെ എടുത്താൽ 1 plus i. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായി. 1 minus i into 1 plus i നമുക്ക് എന്ത് ചെയ്യാം, പുറത്തൊക്കെ വെക്കാം. 1 minus i into 1 plus i പുറത്ത് വന്നാൽ ഇൻ്റഗ്രൽ 0 to 1 x dx. അല്ലാതെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കും, ആൻസർ ചിലപ്പോൾ തെറ്റുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ ഷോർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ 1 minus i into 1 plus i നമുക്കറിയാം a minus b into a plus b എന്ന് പറഞ്ഞാൽ a square minus b square ആണ്. അതായത് 1 square minus i square, 1 square minus i square into ഇൻ്റഗ്രൽ 0 to 1 എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം x square by 2 ആണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പർ ലിമിറ്റും കൊടുത്തു ലോവർ ലിമിറ്റും കൊടുത്തു. ഇനി 1 square 1 ആണ്, i square minus 1 ആണ്, മൈനസും മൈനസും പ്ലസ് ആവുമ്പോൾ 1 plus 1 into x സ്ക്വയറിൻ്റെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1/2 minus 0 എന്ന് വരും. കാരണം എക്സിന് 1 കൊടുത്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു 2 into 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1. നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് കിട്ടി, കൃത്യമായിട്ട് 1 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ബി ഉണ്ട്, ഞാൻ ചെറിയൊരു ഐഡിയ തരാം, നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഇതിൽ നമ്മളുടെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് പരാബോളയാണ്. ഏതാണ്, y equal to x square. ഇതേ രീതി തന്നെയാണ് നമ്മൾ ചെയ്യുക, പക്ഷേ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, dy equal to 2x dx ആണ് വരിക. dy equal to 2x dx ആണ് വരിക. കാരണം x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x എക്സിൽ ചെയ്യുമ്പോൾ dx എന്നുള്ളത് വരും. ആ സബ്സ്റ്റിറ്റ്യൂഷനുള്ള ചേഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചേഞ്ചസ് ഒന്ന് നമ്മളുടെ ക്വസ്റ്റ്യനിൽ കൊണ്ടുവരാം. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇൻ്റഗ്രൽ 0 to 1 plus i x minus i y dz. ഇതിന് പകരം നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 plus i x minus i y, നേരത്തെ പോലെ തന്നെ dx plus i dy. ഈ dx plus i dy എന്ന് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. z equal to x plus y ആണ്. അപ്പോൾ dz-ന് പകരം z equal to x plus i y ആണ്. സോ i dy, ഈ ഒരു ചേഞ്ച് മാത്രമാണ് അവിടെ നമ്മൾ കൊണ്ടുവരുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ എക്സിലോട്ട് നേരത്തെ പോലെ മാറ്റുന്നു, ഇൻ്റഗ്രൽ 0 to 1, കാരണം 0 to 1 നമ്മളുടെ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ലൈൻ പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ഇവിടെ ശ്രദ്ധിച്ച് എക്സ് മൈനസ് ഐ, എക്സ് സ്ക്വയർ കൊടുക്കണം, കാരണം വൈക്ക് പകരം ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് എക്സ് സ്ക്വയർ ആണ്, ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ, ഡി വൈക്ക് പകരം നമുക്ക് കൊടുക്കാനുള്ളത് 2x dx ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ ഒന്നെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ ചെയ്യാം. ഒറ്റ സ്റ്റെപ്പ് കൂടി നമുക്ക് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് ഐ എക്സ് സ്ക്വയർ ഇൻറ്റു, രണ്ടിലും കോമൺ ആയിട്ട് ഡി എക്സ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ പുറത്തൊക്കെ എടുത്താൽ പിന്നെ 1 plus i 2x എന്ന് നമുക്ക് വരും.
സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സ്പാൻഡ്. ഇവിടെ നമുക്ക് അതുപോലെ എക്സിനെ പുറത്തെടുക്കാൻ പറ്റില്ല, കാരണം എക്സിനെ പുറത്തെടുത്താൽ വീണ്ടും എക്സുള്ള ടൈമിൽ. അപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു എക്സിനെ ഈ 1 കൊണ്ടും i 2x കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. -i(x²) 1 കൊണ്ടും i 2x കൊണ്ടും നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 0 to 1 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. x into 1 x പ്ലസ് x into i 2x, അപ്പോൾ i 2x², then മൈനസ് i into x² into 1 എന്ന് പറഞ്ഞാൽ -i(x²). ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ടേം ചെയ്യുമ്പോൾ -i(x²) into i 2x ആണ്. അപ്പോൾ അവിടെ ഐയും ഈ ഐയും i² ആവും. അപ്പോൾ അത് -1 ആവും. മൈനസും മൈനസും പ്ലസ് ആവും. പിന്നെ അവിടെ ഐക്ക് ചാൻസ് ഇല്ല. പിന്നെ ആകെ അവിടെ ഉണ്ടാവുക 2x³ ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ടേം മാത്രം നിങ്ങളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ചെയ്ത് -i(x²) into i 2x ആണ്. ഐയും i² ആയി, മൈനസും മൈനസും +1 ആയി, ദെൻ 2x³ എന്ന് വരും dx. ഈ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആൻസർ അവിടെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. 0 to 1. ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ് ഒരു +i 2x² ഒരു -i(x²) ഉണ്ട്. അത് ചെയ്താൽ എന്ത് വരും, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 2i(x²) എന്നൊരു i(x²) കുറച്ചാൽ +i(x²) എന്നാണ് ഉണ്ടാവുക, തെറ്റിപ്പോകരുത്. +2x³ dx. ഇനി നമ്മൾ സാധാ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എക്സിൻ്റെ ഇൻറ്റഗ്രൽ നമുക്കറിയാം എന്താണ്, x²/2 പ്ലസ് i ഇൻറ്റു x²ൻ്റെ ഇൻറ്റഗ്രൽ x³/3 പ്ലസ് എന്ത് വരും, 2 ഇൻറ്റു x⁴/4 എന്നുള്ള ആൻസർ വരും. അപ്പർ ലിമിറ്റും കൊടുക്കുക, ലോവർ ലിമിറ്റും കൊടുക്കുക. ഇനി നമുക്ക് ഈ അപ്പർ ലിമിറ്റുകളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 പ്ലസ് i/3 പ്ലസ് 2/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2 മൈനസ് 0 എന്ന് വരും. ഇനി 1/2 പ്ലസ് 1/3 പ്ലസ് 1/6, 1/2 പ്ലസ് 1, സോറി ഇത് 1/6 അല്ല, i/6 ആണ്, തെറ്റിപ്പോയത്. 1/2 പ്ലസ് 1/2 നമുക്കറിയാം 1 പ്ലസ് i/3. നമുക്ക് ആൻസർ എന്ത് കിട്ടി, 1 പ്ലസ് i/3. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഡയറക്റ്റ് അല്ലാതെ പാത്ത് തന്നിട്ട് അവിടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളുടെ പാത്ത് 1 + i to 3 + 3 ആണ്. അതൊരു റിയൽ ലൈൻ ആയതുകൊണ്ട് നമ്മൾ y = x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. dz പകരവും എക്സും വൈയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഒരു സിംഗിൾ വേരിയബിളിലോട്ട് അതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സിലോട്ട് മാറ്റിയപ്പോൾ ഇൻറ്റഗ്രലിൻ്റെ റേഞ്ച് 0 to 1 മാറി. അടുത്ത ക്വസ്റ്റ്യനിൽ 2 കേസ് ഉണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ലൈനും ഉണ്ടായിരുന്നു, y = x² എന്ന പരാബോള ഉണ്ടായിരുന്നു. സോ അവിടെ നമ്മൾ 2 രീതിയിൽ ആൻസർ ചെയ്തു. ആദ്യത്തെ എക്സിലോട്ട് മാറ്റി. രണ്ടാമത്തേൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, y = x² ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 0 to 1 കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആൻസർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷനാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളൊന്ന് നോട്ട് എഴുതിയെടുത്ത് കൃത്യമായിട്ട് ഈ രീതിയിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ്. ഈ രണ്ടാമത് ചെയ്തത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഈ രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.